ദുരന്തർ എന്ന സിനിമ റിലീസായ സമയത്ത് തന്നെ ഇതൊരു വൻ സിനിമയാണ്, നിങ്ങൾ മസ്റ്റ് തിയേറ്റർ വാച്ച് ആണെന്നുള്ള കാര്യം നമ്മൾ അന്നേ തന്നെ നമ്മുടെ ചാനലിലൂടെ നിങ്ങളെല്ലാവരും അറിയിച്ചതാണ്. ഇപ്പോൾ ദുരന്തർ എന്ന സിനിമയെക്കുറിച്ച് അതിൻ്റെ OTT റിലീസിന് ശേഷമുള്ള കുറച്ച് വിശേഷങ്ങൾ കൂടി നിങ്ങളെ അറിയിക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത്. 1400 കോടി കളക്ഷൻ എന്ന് പറയുമ്പോൾ അതിന് മറ്റൊരു പ്രത്യേകതയുണ്ട്. സർട്ടിഫിക്കറ്റ് ലഭ്യമായ ഒരു സിനിമയാണ് ദുരന്തർ. 3 മണിക്കൂർ 26 മിനിറ്റാണ് സിനിമയുടെ ദൈർഘ്യം. ഇത്രയും നേരം തിയേറ്ററിൽ പ്രേക്ഷകനെ പിടിച്ചിരുത്തുക എന്നത് ഒരു അസാമാന്യമായ ടാസ്ക്കാണ്. ഇങ്ങനെയൊക്കെ ആണെങ്കിലും 6ഓളം ഗൾഫ് രാജ്യങ്ങളിൽ വിലക്ക് നേരിട്ട ഒരു സിനിമയ്ക്ക് 1400 കോടി കളക്ഷൻ നേടുവാൻ സാധിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ റേഞ്ച് നമുക്ക് ചിന്തിക്കാവുന്നതിലപ്പുറമാണ്. വളരെ മികച്ച തിയേറ്റർ റണ്ണിന് ശേഷം നെറ്റ്ഫ്ലിക്സ് എന്ന OTT ഭീമന്മാരാണ് സിനിമയെ സ്വന്തമാക്കിയത്. ഈ സിനിമ നെറ്റ്ഫ്ലിക്സിൽ റിലീസായതിനു ശേഷം 32ഓളം രാജ്യങ്ങളിൽ ട്രെൻഡിംഗ് ലിസ്റ്റിൽ ഉണ്ടായിരുന്നു എന്ന കാര്യം വളരെയധികം ശ്രദ്ധേയമാണ്. അതിൽ ബംഗ്ലാദേശും പാകിസ്ഥാനും ഉണ്ട് എന്ന കാര്യം നമ്മൾ എപ്പോഴും ഓർക്കണം. ഇന്ത്യയിൽ നിന്നും പാകിസ്ഥാനിലേക്ക് ചാരപ്രവർത്തിക്ക് വേണ്ടി അയക്കുന്ന യുവാവിന്റെ കഥ പറയുന്ന സിനിമയാണ് ദുരന്തർ. എന്നാൽ ഈ സിനിമയ്ക്ക് ഏറ്റവും കൂടുതൽ വ്യൂവർഷിപ്പ് കിട്ടിയത് പാകിസ്ഥാനിൽ നിന്നാണെന്ന് കേൾക്കുമ്പോൾ സിനിമയുടെ ഇമ്പാക്റ്റ് ഒന്ന് വേറെ തന്നെയാണ്. OTTയിൽ 45 മില്യണിലധികം വ്യൂവേഴ്സ് ഉള്ള RRR എന്ന സിനിമയുടെ റെക്കോർഡ് ദുരന്തറിന് വെട്ടിക്കാൻ സാധിക്കുമോ എന്നാണ് നമ്മളെല്ലാവരും ഇപ്പോൾ ഉറ്റുനോക്കുന്നത്. നിലവിലെ മുന്നേറ്റം തുടർന്നാൽ മാർച്ച് 19 ദുരന്തറിന്റെ 2ാം ഭാഗം റിലീസ് ചെയ്യുന്നതിന് മുൻപ് ഈ സിനിമ ഈ റെക്കോർഡ് നേട്ടം സ്വന്തമാക്കുമെന്നാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ കാത്തിരിക്കാം ദുരന്തർ എന്ന സിനിമയുടെ മറ്റ് വിശേഷങ്ങൾക്കായി. ദുരന്തർ 2 വീണ്ടും പുതിയ റെക്കോർഡ് നേട്ടങ്ങൾ സ്വന്തമാക്കുമോ എന്നറിയാനായിട്ട്.